പലപ്പോഴും നമുക്ക് ലൈഫിൽ ഒരാൾ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ മനസ്സും നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മളെക്കാളും നന്നായി മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഒപ്പം നിന്നിരുന്നെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആ വ്യക്തിയുമായി പങ്കുവെച്ച് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. അത് വിവാഹിതരായാലും അവിവാഹിതരായാലും അങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യാവഹാരിക ലോകത്തിലാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ട്രാൻസാക്ഷൻ. ഒരു മൊത്തം സമൂഹത്തിൻ്റെ തന്നെ കണ്ടീഷനിങ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അഥവാ വ്യവഹാരമാണെങ്കിൽ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ ആത്മാവും, അതായത് ഓരോ ഇൻഡിവിജ്വൽ ആത്മാവും അവരുടെ ഉള്ളിൽ സ്നേഹം അഥവാ പ്രേമം, പ്രണയം എന്ന് പറഞ്ഞത് അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് അവരുടെ മാത്രം കാഴ്ചപ്പാടിലായിരിക്കും. പ്ലസ് ഒരു വ്യാവഹാരികമായിട്ടുള്ള ഒരു സമൂഹത്തിലും കൂടിയാകുമ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും അവർ നമ്മൾക്ക് തിരിച്ചു തരുന്നത്. ഇതാണ് ബാലൻസ്. ഈ ട്രാൻസാക്ഷൻ എന്ന് പറയാൻ കാരണം ഗിവ് ആൻഡ് ടേക്ക്. നമുക്ക് ചെറുപ്പം തൊട്ടേ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താ അറിയോ? എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിബന്ധത്തിൽ വരുന്ന എല്ലാം, അത് എന്ത് തരം ബന്ധമാണെങ്കിലും ആയിക്കോട്ടെ, അതിലുള്ളതെല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ബിക്കോസ് നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ, യഥാർത്ഥമായി പ്രണയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ടേക്കിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് ഗിവ് ചെയ്യില്ല. എനിക്കെന്ത് ലഭിക്കും, എനിക്കെന്താണ് ഇതിൽ പ്രോഫിറ്റ്, എനിക്കെന്താണ് ഇതിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് ആലോചിച്ചിട്ട് ആരും തന്നെ പ്രണയത്തിലേക്ക് കടക്കില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നാച്ചുറൽ കണ്ടീഷനിങ് പോലും എക്സ്പെക്റ്റേഷൻസിനെ നോർമലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അളവിൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത്രമേൽ അയാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളാണെങ്കിൽ, അവിടെ നാച്ചുറലി വന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇൻറ്റൻസിറ്റിയും ആ വ്യക്തിയുടെ ഇൻറ്റൻസിറ്റിയും തമ്മിൽ ഒരു മാച്ചിങ് വരുന്നില്ല എന്നുള്ളത് കാലക്രമേണ കൊണ്ട് നമ്മൾ കാണും. അത് ഏത് ബന്ധം വേണമെങ്കിൽ എടുത്തോളൂ, ഒരിക്കലും ആ ബന്ധം 50-50 അല്ല. എപ്പോഴും അത് 60-40, 70-30, 80-20 അങ്ങനെ വരാറുള്ളൂ. കാരണം ആ ബന്ധത്തിൽ ഒരു വ്യക്തി കൂടുതൽ ഇൻവെസ്റ്റഡും മറ്റേ വ്യക്തി കുറവ് ഇൻവെസ്റ്റഡും ആയിരിക്കുന്ന സിറ്റുവേഷൻസ് മാത്രമേ ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. അതിൽ തന്നെ വളരെ വിരളമായിട്ട് വരുന്നൊരു സംഭവമാണ് രണ്ടുപേരും തമ്മിൽ ഒരേപോലെ 50-50 കൊടുക്കുക എന്ന് പറയുന്നത്. അതും വളരെ റെയർ മൊമെൻറ്റ്സിൽ മാത്രം വരുന്നൊരു കാര്യം. ദൈനംദിന കാര്യങ്ങളിൽ യാഥാസ്ഥിതികമായി ജീവിക്കുമ്പോൾ പലപ്പോഴും അത് 50-50 ആവാറില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ സിംഗിൾ വിമൻ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് വിമൻ, സിംഗിൾ മെൻ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് മെൻ, ഈ ഒരു ഇക്വേഷനാണ് എനിക്ക് കുറച്ച് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിംഗിൾ വിമൻ എന്ന് പറയുന്നത് തീരെയും വിവാഹം കഴിക്കാത്ത സ്ത്രീയുമാവാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് സെപ്പറേറ്റായ സ്ത്രീയുമാവാം, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡായ സ്ത്രീയുമാവാം. ഇത് തന്നെയാണ് സിംഗിൾ മാൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ അറ്റ് ദ ടൈം വെൻ യു മെറ്റ് യുവർ പാർട്ട്ണർ എന്നാണ് അതിൻ്റെ മീനിങ്. ഈ സിംഗിൾ എന്ന് പറയുന്ന വ്യക്തി ഏർലിയർ വിവാഹിതരായിരുന്നെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ടാണ് അവരിപ്പോൾ സിംഗിളായിട്ടുള്ളത്. അതേ സാഹചര്യത്തിൽ അവർക്ക് ആ ബന്ധത്തിൽ എന്താണോ കിട്ടാത്തത് അത് ഈ പുതിയ ബന്ധത്തിൽ അവർ പ്രതീക്ഷിക്കും. കാരണം അവരെ സ്വാഭാവികമായിട്ടുള്ള വിചാരം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കത് കിട്ടിയില്ലല്ലോ, അപ്പോൾ എനിക്ക് ഈ പുതിയതായി വരുന്ന ബന്ധത്തിൽ ഈ നീഡ് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും അനദർ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. ഐഡിയലി നിങ്ങൾ വിവാഹത്തിൽ നിന്നും മോചിതരാവുന്ന സമയത്ത്, അല്ലെങ്കിൽ വിവാഹമേ കഴിക്കാതിരിക്കുന്നിട്ട് തന്നെയാണ് സിംഗിളെങ്കിൽ,
യു ഷുഡ് ബി ഓപ്പൺ ഇനഫ് ടു എക്സ്പ്ലോർ ദ പേഴ്സൺ കമ്മിങ് ഇൻ ടു യുവർ ലൈഫ്. അത് ഒരു പക്ഷേ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ കൊണ്ടൊന്നും ആ വ്യക്തിയുടെ യഥാർത്ഥ നിറം പുറത്തേക്ക് വരണം എന്നില്ല. അത് കാലം കൊണ്ടേ തെളിയാൻ പറ്റുള്ളൂ. ഏർലിയർ സ്റ്റേജിൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അഭിനിവേശം ഉണ്ടാവും. ഇതാണ് എൻ്റെ ആൾ, ഇത് എൻ്റെ ആളാണ്, എനിക്ക് ഇയാളെ മതി. ഇതേ ഒരു ഫീലിങ് 5 years ഡൗൺ ദ ലൈൻ നോക്കുകയാണെങ്കിൽ അയാൾ നിങ്ങൾക്ക് തീരെയും ഹെൽത്തി അല്ലാത്തൊരാളായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് ചീറ്റിങ്ങിൽ അയാൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. പലപ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം വളരെ കൂടുതൽ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ് അവർ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യുക. ഒന്ന്, കണ്ടിന്യൂസ് സെക്സ്, ഓപ്പർച്യൂണിറ്റി ഫോർ സെക്സ് ആൻഡ് എ പാർട്ട്ണർ ഹു വിൽ കണ്ടിന്യൂസ്ലി ബി ദെയർ ഫോർ സെക്സ്. Point number 2, the most dangerous, is exchange of money, exchange of cash transactions. ഈ ഒരു കാര്യം ആദ്യത്തേനേക്കാളും വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അഥവാ നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ട് എങ്കിൽ ആ വ്യക്തി അവരുടെ വിഷമം നിങ്ങളോട് പറയുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക. യു ഫീൽ സോ മച്ച് ഓഫ് ലവ് ഫോർ ദാറ്റ് പേഴ്സൺ ദാറ്റ് യു വോണ്ട് ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കൽ അവരെ ക്യാഷ് കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരെ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു ക്യാഷിന് വേണ്ടി മാത്രമായിരിക്കും. ക്യാഷ് ആൻഡ് സെക്സ്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു റിലേഷൻഷിപ്പ് അവരുടെ ജീവിതത്തിൽ വന്നാൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്തു നിങ്ങളുടെ സർവസ്വവും കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ ക്യാഷ് കൊടുക്കുന്നത്. പക്ഷേ അവരുടെ കൺസെപ്റ്റിൽ നിങ്ങൾ സർവസ്വമല്ല കൊടുക്കുന്നത്, നിങ്ങൾ ക്യാഷ് കൊടുക്കുന്ന ഒരു മെഷീൻ മാത്രമാണ്. വിച്ച് മീൻസ് അവർ നിങ്ങളെ ലവുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടില്ല. ദേ ഇക്വേറ്റ് യു വിത്ത് ജനറേഷൻ ഓഫ് റിസോഴ്സസ്. അങ്ങനൊരു സാഹചര്യം വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വല്ലാതെ വൈകിയാൽ യുവർ ലൈഫ് ഇസ് ഗോൺ. യു മൈറ്റ് റിയലൈസ് ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് മനസ്സിലായി എന്നും വരും. പക്ഷേ ആ വ്യക്തിയുടെ മുകളിലുള്ള എക്സ്ട്രീം ഡിപ്പെൻഡൻസ്, ദ സോ കോൾഡ് ലവ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിയോട് തോന്നിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് കണ്ണടയ്ക്കുന്നത്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് പിന്നെ നിങ്ങൾക്ക് വേറൊന്നിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഓപ്പൺ ആവില്ല. കാരണം നിങ്ങൾ ഇത് തന്നെ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ആ പാർട്ട്ണർ എന്ന് വിചാരിക്കുന്ന ആൾ അയാൾ പലതരത്തിലുള്ള ആൾക്കാരെയുമായിട്ട് ഈ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ക്യാൻ ബി എ മാൻ ഓർ എ വിമൺ, ഐദർ വേസ്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്നത് എന്ന് ശ്രദ്ധിക്കുക. അയാൾ നിങ്ങൾക്കാണോ പ്രാധാന്യം തരുന്നത്, നിങ്ങളുടെ ശരീരത്തിനാണോ, നിങ്ങളുടെ റിസോഴ്സിനാണോ എന്ന് വളരെ അലേർട്ടായിട്ട് ചിന്തിക്കുക. ഈ അലേർട്ട്നെസ് ആ ബന്ധം തുടരുന്നത് വരെ ഉണ്ടാവണം. കാരണം ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും കാലം അയാൾ എന്നോട് ക്യാഷൊന്നും ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് ഈ ബന്ധം എനിക്ക് പറ്റിയതാണെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അയാൾ ക്യാഷ് ചോദിക്കുക. സോ ബി വെരി കെയർഫുൾ. ക്യാഷ് ഇടപാടുകൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഭയങ്കര വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ആ ബന്ധമേ തകരാൻ അത് കാരണമാവും. കാരണം നിങ്ങൾ ക്യാഷ് കൊടുത്ത് സഹായിച്ച്, പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഒരു സന്തോഷം അവർ തന്നില്ല. നിങ്ങൾ ക്യാഷ് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പ്രൂഫ് ഇല്ല എങ്കിൽ, അഥവാ നിങ്ങൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ഐദർ ജിപേയിലൂടെയോ ബാങ്ക് ട്രാൻസ്ഫറിലൂടെയോ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് ലീഗലി പ്രൊസീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അല്ലാതെ ക്യാഷായിട്ട് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ റെക്കോർഡ് ഉണ്ടാവണം. ദെയർ ഷുഡ് ബി എൻ എവിഡൻസ് ദാറ്റ് യു ഹാവ് ഗിവൺ ദെം ക്യാഷ്. ആ ഒരു കാര്യത്തിന്, സ്നേഹത്തിന് പിന്നെ ക്യാഷ് ഇല്ലല്ലോ, സ്നേഹമാണല്ലോ അവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ
വളരെ യുക്തമായി ചിന്തിച്ച് ഈ ക്യാഷ് ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പുള്ളിയോട് പറയാം, ആരായാലും ഞാൻ ചെക്ക് വഴിയേ തരുള്ളൂ അല്ലെങ്കിൽ GPay വഴി ഇത് ചെയ്യാം എന്ന് പറയാൻ കീപ് ദ പ്രൂഫ്. പിന്നീട് ഒരിക്കൽ നിങ്ങൾ ഫോളോ ഔട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ചു വന്നില്ലെങ്കിൽ ലീഗലി നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ കുറച്ച് പ്രൂഫ് എന്തായാലും ആവശ്യമാണ്. അതും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കാശ് മുഴുവൻ അയാൾ കൊണ്ടുപോയി, പിന്നെ നിങ്ങൾക്കൊന്നും ബാക്കി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കഴിവതും ക്യാഷ് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. പ്രണയവും ഇപ്പോൾ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് വ്യാവഹാരികമാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. വ്യവഹാരമാണ് റിലേഷൻഷിപ്പിൽ വരുന്നതെങ്കിൽ ക്യാഷ് ചോദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പറയും നമ്മളൊന്നല്ലേ, അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് കൊടുത്താൽ എന്താണ്? അതങ്ങനെയല്ല. നിങ്ങൾ ഒന്നാവുക എന്ന് പറയുന്നത് നിങ്ങൾ മാരി ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഒന്നാവുന്നുള്ളൂ, ഫോർ ദ പർപ്പസസ് ഓഫ് റിസോഴ്സ് ഷെയറിങ്. സോ അൺലെസ് യു ആർ മാരീഡ് ടു ദാറ്റ് പേഴ്സൺ, ഡോണ്ട് ഗിവ് ക്യാഷ്. സ്നേഹം നിങ്ങൾ കൊടുത്തോളൂ, ശരീരം കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്യാഷ് മാത്രം എല്ലാവർക്കും ഏറ്റവും അധികം ആവശ്യമുള്ള സാധനമാണത്. അപ്പം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും കൊണ്ടുതരാനൊന്നും പോകില്ല. അതുകൊണ്ട് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഈ ഒരു കാര്യം പറയാനാണ്, അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ശക്തി പറയാൻ വേണ്ടിയല്ല ഇന്ന് ഞാൻ ഈ ടോക്ക് എടുത്തത്. ഹൗ പാർട്ട്നേഴ്സ് ആർ എക്സ്പ്ലോയിറ്റിംഗ് ഈച്ച് അതർ എന്നുള്ള കാര്യം പറയാൻ തന്നെയാണ്.